Now, due to the Industrial Revolution, there were great movements of people from rural to urban locales. അതായത് സത്യത്തിൽ ഈ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഒരു പിന്നാമ്പുറത്തിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ നാട്ടിലുള്ള സ്ലംസ് ഒക്കെ. ഓക്കെ, അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് വളരെ എന്താ പറയുന്നത് കൂടുതലായിട്ടുള്ള വലിയ എമൗണ്ടിലാണ് കുടിയേറ്റങ്ങൾ നടന്നുകൊണ്ടിരുന്നത്, മൈഗ്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം തൊഴിൽ തേടിയുള്ള പലായനങ്ങളാണ് മിക്കതും. തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വേണ്ട വിധത്തിലുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പിനുള്ള മാർഗം പോലും നേടിത്തരുന്നില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് ഒരു കുടക്കീഴിൽ ഫാക്ടറി തൊഴിലാളികളായിട്ട് തങ്ങൾക്കും തങ്ങളുടെ ജീവിതത്തിന് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിനൊക്കെ ഒരു മാറ്റം സംഭവിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടെയാണ് ആളുകൾ റൂറൽ ഏരിയാസിൽ നിന്നും urban സെൻറ്റേഴ്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ദീസ് ഫിനോമിന ഓഫ് മൈഗ്രേഷൻ partly due to the opening up of jobs in urban areas, yet this meant adjusting to the new lifestyle. Urban areas also saw negative factors entering into the picture, such as pollution, overcrowding, inadequate transport system, disparities in income, and so on. നമുക്കറിയാം, എല്ലാ സ്ഥലത്തിനും അതിൻ്റേതായിട്ടുള്ള കൾച്ചറും അതിൻ്റേതായിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഉണ്ട്. ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് ഒരു പറ്റം ജനങ്ങൾ, ഒരു അളവിൽ കൂടുതൽ ജനങ്ങൾ വരുന്ന സമയത്ത് നഗരങ്ങൾക്ക് അതിനെ താങ്ങാൻ പറ്റാതെയാവുന്നു. അവർക്ക് ഇടം കൊടുക്കാൻ നഗരങ്ങൾക്ക് കഴിയുന്നില്ല. മാത്രമല്ല, നഗരത്തിലെ പരിഷ്കൃതമായിട്ടുള്ള ലൈഫിനോട് ഇവർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. കൂടാതെ ഇവർക്ക് ഇടമില്ലാത്തത് കൊണ്ട് തന്നെ ഇവർ ഈ നഗരത്തിൻ്റെ ഔട്ട്സ്കേർട്സിലാണ് തമ്പടിക്കുന്നത്, പ്രാന്തപ്രദേശങ്ങളിലാണ്. അത് പിന്നീട് ഓവർ ക്രൗഡഡ് ആയിട്ട് സ്ലംസായി മാറുന്നു, ചേരി പ്രദേശങ്ങളായി മാറുന്നു. അവിടെ ഓഫ് കോഴ്സ് ഓവർ ക്രൗഡിങ്ങും പൊല്യൂഷനും അതുപോലെ തന്നെ ഇൻഅഡിക്വേറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം, അങ്ങനെ ഇതിൻ്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഓക്കെ, എന്നും മൈഗ്രേഷൻസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് തമ്മിലുള്ളൊരു സംഗമമാണല്ലോ. അപ്പം ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും ഒരു പ്രത്യേക നഗരപ്രദേശങ്ങളിലേക്കുള്ള കുടിയേറ്റങ്ങൾ എപ്പോഴും റിലീജിയസ് സിസ്റ്റത്തിനെയും ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ വിശ്വാസങ്ങൾ, കൾട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോകാവസാനമാകുന്നു എന്നുള്ള രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ പരത്താനൊക്കെ കാരണമാകുന്നു എന്നുള്ളതാണ്. പക്ഷെ അടുത്തതായിട്ട് നമുക്ക് സോഷ്യൽ തിയറിയുടെ ഒരു കോണ്ടെക്സ്റ്റിനെ പറ്റി സംസാരിക്കാം. We have seen something of the outer context of social theory, and we would do well to see how and in which ways the thinkers who were affected by these massive changes began to start theorizing within the ambit of the social environment. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് മുഴുവനും എന്താണ്, ഒരു ആം ചെയർ സോഷ്യോളജി ആയിരുന്നു. അതായത് അവരുടെ കുറേ ഭാവനകൾ, ഓക്കെ, അപ്പം കുറേ ഫിലോസഫീസ് മെനഞ്ഞതും അതുപോലെ തന്നെ സൊസൈറ്റിയെക്കുറിച്ചുള്ള തിയറികൾ രചിച്ചതുമെല്ലാം തന്നെ അവരവരുടെ വീട്ടിലിരുന്നിട്ടാണ്, അല്ലെങ്കിൽ ടെക്സ്ച്വലായിട്ടുള്ള നോളേജിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ മാർക്സിനെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ദുർഖൈമിനെ പോലുള്ള ആൾക്കാരൊക്കെയാണ് കുറച്ചും കൂടെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതും സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളാണ് സോഷ്യോളജിസ്റ്റ് പഠിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവിലേക്ക് കൊണ്ടുവരുന്നതും. അപ്പം ആ ഒരു സോഷ്യൽ എൻവയോൺമെൻറ്റിൻ്റെ ആംബിറ്റിൽ നിന്നുകൊണ്ട്, ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരെങ്ങനെയാണ് തിയറൈസ് ചെയ്തത് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് ഓഫ് സോഷ്യൽ തിയറി എന്ന് പറയുന്ന ഈ പോർഷനിൽ പഠിക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ച് തന്നെ പറയേണ്ടി വരും. അതായത് ആ ഒരു നവോത്ഥാന കാലഘട്ടത്തെക്കുറിച്ച്. നവോത്ഥാന കാലഘട്ടത്തിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് സോക്കോൾഡ് ആയിട്ടുള്ള അന്ന് വരെ നിലനിന്നിരുന്ന പലതിനെയും ഉടച്ചു വാർക്കുന്ന തരത്തിലുള്ള ഫിലോസഫീസും ചിന്താധാരകളും ഒക്കെയാണ് രൂപപ്പെട്ടത് എന്നുള്ളതായിരുന്നു. ഡ്യൂറിങ് ദ എൻലൈറ്റ്മെൻറ്റ് മെനി ന്യൂ ഐഡിയാസ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് റീപ്ലേസ്ഡ് എക്സിസ്റ്റിംഗ് ഐഡിയാസ്. Philosophies of the 17th century and the science were the major moving factors which influenced the thinkers or intellects of France. ഫ്രാൻസിലെ ചിന്തകന്മാരെ പ്രചോദിപ്പിച്ചിട്ടുള്ളത് അന്നത്തെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെൻഷൻസും അതുപോലെ തന്നെ തുറന്ന് യുദ്ധം ചെയ്യാനുള്ള മനസ്സോടുകൂടെ, നവീകരണത്തിനുള്ള മനസ്സോടുകൂടെ സജ്ജരായിരിക്കുന്ന ഒരു പറ്റം ചിന്തകരുടെ ചിന്താധാരകളുമാണ്. ഓക്കെ,
അതിനോട് അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഡെസ്കാർട്ടസ്, അതുപോലെ തന്നെ നമ്മുടെ ജോൺ ലോക്ക് പോലുള്ള ചിന്തകരുടെ ചിന്താധാരകളാണ്. ലേറ്റർ തിങ്കേഴ്സ് ഡിഡ് നോട്ട് റിജക്ട് ദ ഗ്രാൻഡ് സിസ്റ്റംസ് ഓഫ് ദീസ് തിങ്കേഴ്സ് ബട്ട് സോർട്ട് ഔട്ട് ഗ്രൗണ്ട് റിയാലിറ്റി ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഐഡിയാസ്. ഇപ്പം ഇവരുടെയൊക്കെ ചിന്താധാരകൾ, ഇപ്പം നമ്മുടെ റൂസോ ഒക്കെ നമ്മുടെ സോഷ്യൽ കോൺട്രാക്ട് തിയറിയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ജോൺ ലോക്കിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇവരുടെയൊന്നും ചിന്താധാരകളെ ഒരിക്കലും പുതിയതായിട്ട് വരുന്ന ചിന്തകർ റിജക്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ നവീകരണത്തിന് വേണ്ടിയിട്ടാണ് അവരും ശ്രമിക്കുന്നത്. ചുമ്മാ എന്തെങ്കിലും പറയുന്നതിന് പകരമായിട്ട് അവരുടെ തന്നെ ഐഡിയാസ് സോഷ്യൽ റിലവൻസിലേക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ സോഷ്യൽ റിലവൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയൊക്കെയാണ് ഇവർ പുതിയതായിട്ട് വന്നിട്ടുള്ള ചിന്തകന്മാർ ചെയ്തിട്ടുള്ളത്. ദിസ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇഫ് ദ സോഷ്യോളജി ഇറ്റ്സെൽഫ് വാസ് ടു ഹാവ് റിലവൻസ് ആൻഡ് എ പ്രസൻസ് ഇൻ ദ അനാലിസിസ് ഓഫ് സൊസൈറ്റി ആൻഡ് സോഷ്യൽ കൺസേൺസ് ആൻഡ് ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ലീഡിങ് ടു ദ സോഷ്യൽ ബെനിഫിറ്റ് സ്പ്രെഡിങ് ഔട്ട്. പ്രധാനമായിട്ടും സോഷ്യോളജിസ്റ്റുകൾ ചിന്തിക്കേണ്ടത് രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, അത് സോഷ്യലി റിലവൻ്റ് ആണോ, നമ്മൾ എന്ത് പറയുന്നു എന്ത് പഠിക്കുന്നു എന്നുള്ളതല്ല, അതെല്ലാം തന്നെ എന്താണ്, സോഷ്യലി റിലവൻ്റ് ആണോ, നമ്മൾ പഠിച്ചതിൻ്റെ ഫലം എന്തായിരിക്കാം, എനിക്ക് വിവരമുണ്ടെന്ന് നാട്ടുകാരെ കാണിക്കുകയാണോ, അതോ പകരം നമ്മൾ പഠിച്ച പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുകയാണോ. ഓക്കെ, അപ്പോൾ ഈ 2 പോയിൻ്റാണ്. അതായത് സോഷ്യലി റിലവൻ്റ് ആണോ ഞാൻ പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുത. രണ്ടാമത്തെ കാര്യം, ആ പഠനം കൊണ്ട് നാട്ടുകാർക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് എന്താണ് ഗുണം, ആ പഠിച്ച പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നുണ്ടോ. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പിന്നീട് വന്ന സോഷ്യോളജിസ്റ്റുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്തത്. അപ്പം എൻലൈറ്റ്മെൻറ്റ് പീരീഡിലുണ്ടായ ലിബറലിസം, അതല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തയാണ് ശരിക്കും ഇത്തരത്തിലുള്ളൊരു ചിന്തയ്ക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പഠനങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആളുകളെ പ്രേരിപ്പിച്ചത്. അതുവരെയും എന്താ പറയുക, അൺക്വസ്റ്റ്യൻഡ് ഒബീഡിയൻസ് ഒക്കെ ആയിരുന്നല്ലോ. അതായത് ചോദ്യം ചെയ്യപ്പെടാത്ത അനുസരണ കാത്തു സൂക്ഷിച്ചിരുന്നവരാണ് പിന്നീട് ചോദ്യം ചെയ്യണം, ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് യഥാർത്ഥ ലിബർട്ടി, അതാണ് മാൻകൈൻഡിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണല്ലോ പിന്നീട് വന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ എൻലൈറ്റ്മെൻറ്റിനും ഒരു കൗണ്ടർ കറണ്ട് ഉണ്ടാവും. നമുക്കറിയാം എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അന്നത്തെ എൻലൈറ്റ്മെൻറ്റിനും ഒരു കൗണ്ടർ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നൊരു മൂവ്മെൻറ്റ് അക്കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇത്തരത്തിലുള്ള പ്രസ്താവനകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാണ്ട് അതിനെ എതിർക്കുന്ന ഒരു പക്ഷം ജനത അല്ലെങ്കിൽ ഒരു പക്ഷം തിങ്കേഴ്സും അക്കാലത്ത് നിലനിന്നിരുന്നു. അത്തരത്തിലുള്ളൊരു ക്രിട്ടിക്കിനെയാണ് നമ്മൾ കൗണ്ടർ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. And it was the interplay between the enlightenment and the counter enlightenment which made possible all the ideas and theorizing of early sociology. Sociology എന്ന് പറയുന്ന ശാസ്ത്രശാഖ, സാമൂഹിക ശാസ്ത്രശാഖ ഉയർന്നു വരുവാൻ പ്രധാനമായിട്ടും ഒരു വഴി തെളിച്ചിട്ടുള്ളത് ഈ എൻലൈറ്റ്മെൻറ്റും കൗണ്ടർ എൻലൈറ്റ്മെൻറ്റും തമ്മിലുള്ളൊരു പോരാണ്. അല്ലെങ്കിൽ ഇവരുടെ എന്താ പറയുന്നത്, തർക്കത്തിനിടയിൽ കൂടെ വളർന്നു വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ്, ഒരു ബ്രാഞ്ച് ഓഫ് നോളജാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. നമുക്കറിയാം മാർക്സിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ആശയമുണ്ട്, അതായത് കോൺഫ്ലിക്റ്റിംഗ് ഐഡിയാസ് വിൽ ലീഡ് ടു ന്യൂവർ ഐഡിയാസ് വിച്ച് ചേഞ്ച് ദ വേൾഡ് എന്ന്. അതായത് എന്താ പറയുന്നത്, തീസിസും ആൻറ്റി തീസിസും സിന്തസൈസ് ചെയ്യും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആ ചാപ്റ്റർ ആ ഒരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രസ്താവനയാണത്. അപ്പം അത് തന്നെയാണ് ആക്ച്വലി സോഷ്യോളജിയുടെ ജന്മത്തിലേക്ക് അല്ലെങ്കിൽ ജനനത്തിലേക്കൊക്കെ വഴി തെളിച്ചിട്ടുള്ളത്. ഓക്കെ.